മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിൻ്റെ ശബ്ദ സംരക്ഷണത്തിലേക്ക്. അങ്ങനെ അരി ഉൽപ്പാദിപ്പിക്കുന്ന പൊക്കാളി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് 47 ഏക്കർ സ്ഥലം. അത് കൊച്ചി മെഡിസിറ്റി ടൂറിസം പദ്ധതിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഉമ്മൻചാണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. അവിടെയും നെൽവയൽ സംരക്ഷണ നിയമത്തിനും തണ്ണീർത്തട സംരക്ഷണ നിയമത്തിനും വിരുദ്ധമായിട്ടാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വൈക്കം പ്രദേശത്ത് അവിടെ ഒരു 150 ഏക്കർ ഭൂമി, 150 ഏക്കർ 73 സെന്റ് ഭൂമിയാണ് സ്മാർട്ട് ടൗൺഷിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നൽകുന്നതിന് വേണ്ടി വൈക്കം താലൂക്കിലെ ചെമ്പ് വില്ലേജിലാണ് ഈ സ്ഥലം. 150 ഏക്കർ 73 സെന്റ് സ്ഥലം. തോട്ടം ആവശ്യങ്ങൾക്കല്ലെങ്കിൽ 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ പാടില്ല. ആ നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അതൊരു കമ്പനിയുടെ പേരിലാക്കി മാറ്റി ഇളവ് കൊടുത്തിരിക്കുന്നത്. മുൻ അവിടുത്തെ കലക്ടറായിരുന്ന മിനി ആന്റണി ഇത് കൃഷിസ്ഥലമാണെന്ന് പറഞ്ഞ് ഇതിന് അനുമതി കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് നിഷേധിച്ചതാണ്. മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ ഈ പദ്ധതിക്കും സ്വകാര്യ സ്ഥാപനത്തിന് ഇതിന് അനുമതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത്. 883 ഏക്കർ ഭൂമിയാണ് കരുണ എസ്റ്റേറ്റ്, പാലക്കാട് ജില്ലയിലെ കരുണ എസ്റ്റേറ്റ്, നെല്ലിയാമ്പതിയിലെ പോപ്സ് എസ്റ്റേറ്റ് എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. പോപ്സൺ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് ഇപ്പോൾ അത്. ആ 883 ഏക്കർ ഭൂമി സർക്കാരിൻ്റെ ഭൂമിയാണ്. ആ സർക്കാരിൻ്റെ ഭൂമിയായിട്ടുള്ള 883 ഏക്കർ ഭൂമിക്ക് സ്വകാര്യ വ്യക്തിക്ക് കരമടക്കാൻ ഗവൺമെൻറ് അനുമതി കൊടുത്തിരിക്കുകയാണ്. പോപ്സൺ ഗ്രൂപ്പ് കരമടക്കാനുള്ള അനുമതി ഗവൺമെൻറ് കൊടുത്തു. ഇത് 1970 ജനുവരി 1 മുതൽ ഈ ഭൂമി സർക്കാർ നിക്ഷിപ്തമായിട്ടുള്ള ഭൂമിയാണ്. നിയമവിരുദ്ധമായി ഈ ഭൂമി പോപ്സൺ ഗ്രൂപ്പിന് പോക്കുവരവ് ചെയ്തു കൊടുത്തപ്പോൾ അത് പിന്നീട് റദ്ദാക്കിയതാണ് ആ നടപടി. അതിനെതിരായിട്ട് പോപ്സൺ ഗ്രൂപ്പ് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതിയിൽ സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇത് സർക്കാർ ഭൂമിയാണ് എന്ന് അസന്നിഗ്ധമായി കോടതിയിൽ മൊഴി കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം നൽകിയിട്ടുള്ള ഭൂമിക്കാണ് ഇപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ അവകാശ നിക്ഷിപ്തമാക്കുന്ന വിധത്തിൽ കരമടക്കാം എന്ന് സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നത്. ഈ ഭൂമി പോപ്സൺ ഗ്രൂപ്പിന് ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കരമടക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ഗവൺമെൻറ് കൊടുത്തത്. ഇത് വലിയ അഴിമതിയാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പീരുമേട് താലൂക്കിൽ ഹോപ്പ് പ്ലാന്റേഷൻ കമ്പനി, ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളിൽ അത് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. ഹോപ്പ് പ്ലാന്റേഷൻ കമ്പനിക്ക് 750 ഏക്കർ മിച്ചഭൂമി, 3 ലക്ഷത്തിൽ പരം ആളുകൾക്ക് 1 സെന്റ് ഭൂമിയില്ല, വീട് വെക്കാൻ സ്ഥലമില്ല. ഈ കേരളത്തിലാണ് ഈ ഹോപ്പ് പ്ലാന്റേഷൻ കമ്പനിക്ക് 750 ഏക്കർ മിച്ചഭൂമി വിട്ടുകൊടുക്കാൻ അടൂർ പ്രകാശ് റവന്യൂ വകുപ്പ് മന്ത്രി ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇവിടെ 60 വർഷം മുമ്പ് ഈ കമ്പനിക്ക് 1300 ഏക്കർ ഭൂമി ഈ കമ്പനിക്ക് നൽകിയിരുന്നു. സ്ഥലം ദുരുപയോഗപ്പെടുത്തിയതിൻ്റെ ഫലമായി 76-ലാണ് പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡ് ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചത്. അതിനെതിരെ ഈ കമ്പനി കോടതിയെ സമീപിച്ചു. എന്നാൽ
അത് മിച്ചഭൂമിയായി കണക്കാക്കാനെടുത്ത തീരുമാനം ഗവൺമെൻറ് അംഗീകരിച്ചു. ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് 98 നവംബർ 3 സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. മിച്ചഭൂമിയായിട്ട് കണക്കാക്കിക്കൊണ്ടുള്ള ഉത്തരവ് സുപ്രീം കോടതിയാണ് പുറപ്പെടുവിച്ചത്. 2004 ആന്റണി മന്ത്രിസഭ ഇത് ഈ കമ്പനിക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള അപേക്ഷ നിരാകരിച്ചു. AK ആന്റണി. 2010 LDF സർക്കാർ ഈ അപേക്ഷ നിരാകരിച്ചു. AK ആന്റണിയും VS അച്യുതാനന്ദൻ മന്ത്രിസഭയും നിരാകരിച്ചൊരു കാര്യം, ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഉത്തരവിട്ട കാര്യം. അതിനെതിരെ ഈ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ 2014 ആഗസ്റ്റ് 22 ഹൈക്കോടതി കേസ് തീർപ്പാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അവകാശം നൽകി. ഹൈക്കോടതിയുടെ ക്ലിയറൻസ് കിട്ടിയിട്ടും ഈ ഭൂമി സർക്കാർ നിക്ഷിപ്തമാക്കുന്നതിന് പകരം 750 ഏക്കർ ഭൂമി അടൂർ പ്രകാശ് ഫെബ്രുവരി 20 എല്ലാവിധ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ കമ്പനിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. സർക്കാരിൻ്റെ സ്ഥലമെടുത്ത് ദാനം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വൻകിട കമ്പനിക്കാർക്ക്. ഇതാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ വികസനം. വളരട്ടെ കേരളം, തുടരട്ടെ ഈ ഭരണം എന്ന മുദ്രാവാക്യം വിളിക്കുന്ന UDF. ഈ ഭരണം തുടർന്നാൽ ഇനി അവശേഷിക്കുന്ന ഭൂമി എന്തെങ്കിലും ബാക്കിയുണ്ടാവുമോ? ഇന്നലെയാണ് മറ്റൊരു ഉത്തരവ് പുറത്തു വന്നത്. സന്തോഷ് മാധവന് കൊടുത്തിരിക്കുകയാണ് 128 ഏക്കർ ഭൂമി. ഇത് സന്തോഷ് മാധവനെ പോലുള്ള ഒരാൾക്ക് 128 ഏക്കർ ഭൂമി കൊടുക്കാനുള്ളൊരു ഫയൽ വന്നാൽ സാമാന്യ നിലയിൽ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രി ആ തീരുമാനത്തിന് ഒപ്പിട്ട് കൊടുക്കുമോ? ഇപ്പോൾ 128 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശം വെച്ച ഭൂമി ഏറ്റെടുത്ത് മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്താണ്. ഇത് IT വ്യവസായത്തിനെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് മാധവന് ഈ ഭൂമി വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇതിൽ 90% ഭൂമിയും നെൽപ്പാടങ്ങളാണ്. ആ 90% ഭൂമി നികത്തി IT കമ്പനി സ്ഥാപിക്കാനാണ് ഇതിന് അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇത് ഭൂപരിഷ്കരണ നിയമത്തിനെ പരസ്യമായി വെല്ലുവിളിക്കലാണ്. റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് ഇതിൻ്റെ പിറകിലുള്ളത്. സന്തോഷ് മാധവനെ പോലുള്ള ആളുകൾക്ക് ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു. ഈ ഗവൺമെൻറ് തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സന്തോഷ് മാധവൻ പോലുള്ളവർക്ക് കഴിയുന്നു എന്നതാണ് ഈ ഉമ്മൻചാണ്ടി ഭരണത്തിൽ സംഭവിച്ചിരിക്കുന്ന അപജയം. കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് പ്രകാശ് എസ്റ്റേറ്റ് കയ്യേറിയ 41 ഏക്കർ പതിച്ചു കൊടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ എസ്റ്റേറ്റ് പ്രകാശ് എസ്റ്റേറ്റ് കയ്യേറിയ ഭൂമിയാണ് 41 ഏക്കർ ഭൂമി. ആ ഭൂമി തിരിച്ചു കൊടുക്കാൻ ഉള്ള ഉത്തരവ് ഇറക്കാനാണുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനായി തിരുവനന്തപുരത്ത് ലാൻഡ് റവന്യൂ കമ്മീഷൻ ഓഫീസിൽ ഒരു ഹിയറിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണ്. ഇത് UDF സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ ഇതിനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകാശ് എസ്റ്റേറ്റിന് 41 ഏക്കർ ഭൂമി പതിച്ചു കൊടുക്കാൻ അത് അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നടപടികൾ ഓരോന്നായി പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ വലിയ പ്രതിഷേധം വന്നപ്പോഴാണ് ചില തീരുമാനങ്ങൾ റദ്ദാക്കാൻ ഉമ്മൻചാണ്ടി നിർബന്ധിതമായിരിക്കുന്നത്. എന്നിട്ടും ഈ പീരുമേടിലുള്ള ഹോബ്സ് പ്ലാന്റേഷൻകാർക്ക് 750 ഏക്കർ മിച്ചഭൂമി കൊടുക്കാനുള്ള തീരുമാനം പിൻവലിക്കില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. KPCC പ്രസിഡന്റിന് പുല്ലുവിലയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി കൽപ്പിക്കുന്നത്. KPCC പ്രസിഡന്റിനോട് ചോദിച്ചിട്ടെല്ലാം തീരുമാനിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രിസഭയുടെ തീരുമാനമെടുക്കുന്നതിൽ
VM സുധീരനുള്ളതിനേക്കാൾ സ്വാധീനം ഈ ഗവൺമെന്റിൽ സന്തോഷ് മാധവനാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ VM സുധീരനുള്ളതിനേക്കാൾ സ്വാധീനം പോപ്സൺ ഗ്രൂപ്പുകാർക്കാണ്. അവിടുത്തെ ഹോപ്സ് പ്ലാന്റേഷൻ കമ്പനിക്കാർക്ക് VM സുധീരനേക്കാൾ ഈ ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇതിനെല്ലാം മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ മനസാക്ഷിയാണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു സാക്ഷിയാണ് ഈ മനസാക്ഷി. ദൃക്സാക്ഷി നമ്മൾ ഇതുവരെ കണ്ടതാണ്. ഉമ്മൻചാണ്ടിക്ക് നിയമം ബാധകമല്ല, പാർട്ടി ബാധകമല്ല, മനസാക്ഷി എന്ന് പറഞ്ഞ് ഏകാധിപത്യ രീതിയിൽ എല്ലാ തീരുമാനങ്ങളും എടുത്ത് ഈ സംസ്ഥാനത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകളെയും വാണിജ്യ ശക്തികളെയും അനുവദിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്യുന്നത്. കേന്ദ്രത്തിൽ UPA സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് ധാതു വിഭവങ്ങൾ, സ്പ്രെക്ടം, ഇതിൻ്റെയൊക്കെ ലൈസൻസ് കൊടുക്കുന്നതിലാണ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിയത്. ഇവിടെ വാർത്താ സമ്മേളനം അടുത്തിടെ ഇറങ്ങിയ ഉത്തരവുകൾ സംബന്ധിച്ച് മിച്ചഭൂമി വിതരണം സംബന്ധിച്ച് വ്യാപകമായ മിച്ചഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകുകയാണ്. അഴിമതി മാത്രമാണ് ലക്ഷ്യം. 3.5 ലക്ഷത്തോളം പേർക്ക് ഇപ്പോൾ വാർത്താ സമ്മേളനം അദ്ദേഹം വീണ്ടും തുടരുകയാണ്. അതിന്റെ ശബ്ദ സംരക്ഷണം. അഴിമതിയുടെ ഘോഷയാത്ര ഓരോ തീരുമാനങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ തീരുമാനങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താ? PM സുധീരൻ പോലും ഇതിൽ ആക്ഷേപം ഉന്നയിച്ചിട്ട് തിരുത്താൻ കഴിയാത്തത് അഴിമതിയുടെ ഭാഗമായിട്ടെടുത്ത തീരുമാനങ്ങളാണ്. ഇതിലിവർ വലിയ കോടിക്കണക്കിന് ഉറപ്പിക പങ്കുപറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ തീരുമാനങ്ങളെ കുറിച്ചെല്ലാം ഒരു ഉന്നതതല അന്വേഷണം നടത്തണം. ഈ റദ്ദാക്കപ്പെട്ട തീരുമാനമായാലും UDF സർക്കാരിന്റെ അവസാനത്തെ മാസത്തെ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങളെല്ലാം അതിന്റെ എല്ലാം പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? ഇതിന്റെ എല്ലാം ഫയൽ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ എതിർത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർ എതിർത്തിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി പോലും എതിർത്ത ഫയലുകളാണ് മന്ത്രിസഭ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് അനുമതി കൊടുത്തത്. ഉദ്യോഗസ്ഥന്മാർ ഭാവിയിൽ ഒരു അന്വേഷണം വന്നാൽ ഞങ്ങൾ ഇതിന്റെ ഭാഗമാക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടെടുത്തിട്ടും നിയമവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും ഈ തീരുമാനമെടുക്കാൻ ഉമ്മൻചാണ്ടി നിർബന്ധനായത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നേരത്തെ നടന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ തീരുമാനങ്ങളെല്ലാം ഒരു അന്വേഷണത്തിന് വിധേയമാക്കുന്നത്. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കും. ഈ കേരളത്തിന്റെ പൊതുസമ്പത്ത് കാത്തു സൂക്ഷിക്കുന്ന സമീപനം LDF ഗവൺമെന്റ് ഏറ്റെടുക്കും. തണ്ണീർത്തട സംരക്ഷണ നിയമത്തിനും നെൽവേല സംരക്ഷണ നിയമത്തിനും വിരുദ്ധമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് കേരളത്തിൽ വേണ്ടത്. പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന ഒരു പദ്ധതി കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത്തരമൊരു നിലപാട് ഈ പ്രശ്നത്തിൽ സ്വീകരിക്കുക എന്നതാണ് ഇടതുപക്ഷ മുന്നണിക്ക് ഇത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ വികസന രംഗത്ത് വലിയ പ്രതിസന്ധി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ 7.6% എന്ന നിരക്കിലാണ് സമ്പദ്ഘടന വളർന്നത്. 7.6%. ഇപ്പോൾ അത് UDF ഭരണത്തിൽ 6.2% മാത്രമാണ് UDF സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക വളർച്ച. 80കളുടെ അവസാനം മുതൽ കേരളത്തിലെ സാമ്പത്തിക വളർച്ച ദേശീയ ശരാശരിയേക്കാൾ മികച്ചതായിരുന്നു. എന്നാൽ ഇന്നതാകെ തന്നെ കേരള സമ്പദ്ഘടനയുടെ വളർച്ച പിറകോട്ട് പോകുന്ന സ്ഥിതി UDF ഭരണകാലത്തുണ്ടായിരിക്കുക.
കഴിഞ്ഞ വർഷം കേരളത്തിന്റെ പദ്ധതി 22,762 കോടി രൂപയായിരുന്നു കേരളത്തിന്റെ വാർഷിക പദ്ധതി. എന്നാൽ ഇപ്പോൾ CAG കണക്കുകൾ പരിശോധിച്ച് പറഞ്ഞിരിക്കുന്നത് അതിൽ 61% മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ 61% മാത്രം ചെലവഴിച്ച സർക്കാരാണ് വലിയ വികസനം നടത്തിയെന്ന് അവകാശപ്പെടുന്നു. കഴിഞ്ഞ വർഷം ലാപ്സാക്കിയത് 10,000 കോടി രൂപയാണ്. ഈ വർഷം ചെലവാകാതെ പോകുന്നത് ഇപ്പോഴത്തെ സ്ഥിതി നോക്കിയാൽ 12,000 കോടി രൂപ ചെലവാകാതെ വരാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ 2 വർഷമായി കേരളത്തിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച 20,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാൻ കഴിയും. ഇങ്ങനെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത് നടപ്പാക്കാൻ കഴിയാത്തൊരു സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് വ്യക്തമായിരിക്കുക. ഈ ഘട്ടത്തിലാണ് വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം സർക്കാരിന്റെ സ്ഥലവും സമ്പത്തും സ്വകാര്യ മേഖലയെ കൈമാറി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുക എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു സർക്കാരാണ് ഉമ്മൻചാണ്ടി. നേരെ പുറത്തു വന്ന സോള, ബാർ, വാറ്റൂർ, കടകംപള്ളി, കളമശ്ശേരി ഭൂമി തട്ടിപ്പ് ഇങ്ങനെയുള്ള എല്ലാ കുംഭകോണങ്ങളും കേരളത്തെ ഒരു അഴിമതി രാജ്യത്തിലേക്കാണ് തള്ളിവിട്ടത്. ഇതിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് ഈ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള ഉത്തരവിൽ കൂടി വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഫലമായി കോൺഗ്രസിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം ഉരുത്തിരിഞ്ഞു കഴിഞ്ഞു. MLA-മാർ തന്നെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ജനവികാരം കോൺഗ്രസിനെതിരാണ് എന്ന് ചില കോൺഗ്രസ് MLA-മാർ തിരിച്ചറിഞ്ഞു. ജനവികാരം തങ്ങൾക്കെതിരാണെന്ന് മണ്ഡലത്തിൽ ആദ്യ റൗണ്ട് ഇറങ്ങിയപ്പോൾ ചില കോൺഗ്രസ് MLA-മാർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ചില കോൺഗ്രസ് MLA-മാർ ഞങ്ങൾ ഇത്തവണ മത്സരത്തിനില്ല ഇത് പരസ്യമായി പ്രഖ്യാപിക്കാൻ നിർബന്ധിതമായിട്ടുള്ളത്. ശക്തമായ ജനവികാരം UDF-നെതിരായിട്ട് നീങ്ങുന്നു എന്ന തിരിച്ചറിവ് ചില കോൺഗ്രസുകാർക്കെങ്കിലും ഉണ്ടായിരുന്നു. ഈ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് UDF-ന് ഒരു ഭാരമായിട്ട് മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ അഴിമതി ശക്തമായി ജനങ്ങൾക്കിടയിൽ മുന്നോട്ട് വെക്കാനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ CPIM സംഘടിപ്പിക്കും. പാർട്ടി അതിനാവശ്യമായ ഒരു പ്രചരണ പരിപാടിക്ക് രൂപം കൊടുക്കുകയും ചെയ്യും. ഈ കാര്യമാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കാനുള്ളത്. സംബന്ധിച്ചുള്ള അന്വേഷണം ഏത് വിധത്തിൽ വേണമെന്നത് LDF ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം പറയും. അറിവില്ലാതെ തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു മന്ത്രിസഭയ്ക്ക് കഴിയുമോ? സന്തോഷ് മാധവനാണെന്ന് അറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനം തന്നെയാണല്ലോ. സന്തോഷ് മാധവനാണെങ്കിൽ ഒരു വിവാദ പുരുഷനാണ് കേരളം. അങ്ങനെയുള്ള ഒരാളുടെ ഒരു ഭൂമിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ ഇത് കേരളത്തിൽ ചർച്ചാ വിഷയമാവും എന്നെങ്കിലും ഗവൺമെന്റ് ആലോചിച്ചില്ലല്ലോ. അപ്പൊ അതാണ് അതിന്റെ പിന്നിൽ. കോടികളുടെ ഇടപാട് നടന്നതുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനം ഗവൺമെന്റ് കൈക്കൊണ്ടത്. തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. കോടതിയിൽ നിലനിൽക്കുമോ എന്നൊക്കെ ചിന്തിക്കേണ്ടിരുന്നത് ഗവൺമെന്റ് ആയിരുന്നല്ലോ. സാധാരണഗതിയിൽ നയപരമായിട്ട് യാതൊരു സാന്നിധ്യമില്ലാത്ത തീരുമാനം എന്തിനെടുത്തു? ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ തീരുമാനമെടുത്തത്? യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരാണ്. ഈ തീരുമാനങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. ഒരു മന്ത്രിസഭയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എങ്ങനെ കഴിഞ്ഞു?
ആ മന്ത്രിസഭയിൽ ഏതെങ്കിലും ഒരാൾ ഇതിനെ എതിർത്തോ? മുഴുവൻ ആളുകളും അതിന് ഒപ്പുവെച്ചു കൊടുത്തില്ലേ? എന്നിട്ടിപ്പോൾ വിവാദങ്ങൾ വരുമ്പോൾ ഒരു പത്രത്തിൽ ന്യൂസ് കാണുമ്പോഴാണോ ഗവൺമെന്റ് ഈ കാര്യം പുനഃപരിശോധിക്കേണ്ടത്? ആ തീരുമാനമെടുത്ത ഗവൺമെന്റിലെ ഓരോ മന്ത്രിമാർക്കും അതിന് ഉത്തരവാദിത്തമില്ല. അതുകൊണ്ടാണ് ഇത് ഉന്നതതലത്തിൽ ഒരു അന്വേഷണം നടത്തി എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കണം. പാർലമെന്റ് ഇലക്ഷന്റെ ഘട്ടത്തിലായിരുന്നു ബാർ കുംഭകോണം. പാർലമെന്റ് ഇലക്ഷന്റെ ഭാഗമായി നടന്ന സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ബാർ കുംഭകോണം എത്തിയത്. ഇന്നിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിനെല്ലാം തോൽപ്പിക്കുന്ന ഭൂമി കുംഭകോണം. അതാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും ഏക്കർ ഭൂമി, 2544 ഏക്കർ ഭൂമി ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് എങ്ങനെ തോന്നി?